ആദ്യമായി തന്നെ എനിക്ക് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് വഴിയായി കിട്ടിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഇവിടെ ഇവിടുത്തെ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ എന്നോട് കൂട്ടുകാരി പറഞ്ഞു, ഇവിടെ ഉടമ്പടി എടുത്താൽ ഭയങ്കര അത്ഭുതമാണ്, മാധവ് നമ്മുടെ കൂടെ വന്നാണ് അനുഗ്രഹങ്ങൾ നടത്തി തരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു ദിവസം കൂട്ടുകാരെ എടുത്ത് ചെന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനാ പുസ്തകവും പച്ച കളറുള്ള തിരിയും നീല കളറുള്ള തിരിയും തന്നു വിട്ടു. അപ്പോൾ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന നോക്കിയിട്ട് എനിക്ക് സാധാരണ ഒരു നൊവേന എത്തിക്കുന്ന പോലെ, ഒരു അപേക്ഷ പ്രാർത്ഥന പോലെ ഒന്നും തോന്നിയില്ല. ഇതൊന്തൊരു പ്രാർത്ഥനയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തു. അപ്പോൾ അതിനകത്ത് ഉടമ്പടി എടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് താനും. അപ്പോൾ ഉടമ്പടി എടുക്കാത്ത ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പിന്നീട് ഞാൻ വിചാരിച്ച് ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു, രാത്രിയിൽ ഉറക്കത്തിൽ വേളാങ്കണ്ണി മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി ഉടമ്പടി എടുക്കാനാ, നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബത്തോടെ എല്ലാവരും കൂടിയാണ് ഇവിടെ വന്നത്. ഞാനാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ഷീബ. ഞാൻ ഏറ്റുമാനൂർ സെൻറ്റ് ജോസഫ് ഇടയിൽ നിന്ന് വരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാനൊരു ഡിപ്ലോമ ഫിസിയോതെറാപ്പി ചെയ്യുമായിരുന്നു. അപ്പം മുന്നോട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നുള്ളൊരു തീരുമാനം മനസ്സിലേക്ക് തോന്നി. അപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം ആദ്യമായിട്ട് പുറത്തേക്ക് പോകാൻ ഇസ്രായേലിന് പോകാം എന്ന് വിചാരിച്ചപ്പം എനിക്ക് ഇസ്രായേലിന് പോകാൻ താല്പര്യവുമില്ല. അപ്പോൾ പിന്നെ ഇറ്റലിക്ക് പല കൂട്ടുകാരോടും ഞാനിങ്ങനെ സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇറ്റലിക്ക് പോകണമെങ്കിൽ ഇറ്റലിക്ക് വിസിറ്റിംഗ് വീസയെ കിട്ടത്തുള്ളൂ. വിസിറ്റിംഗ് വീസയെ ചെന്നാൽ അവിടുന്ന് തിരിച്ചു വരാനും പറ്റത്തില്ല. അവിടെ 8 വർഷമായിട്ട് ഇറ്റലി വീസ കൊടുക്കുന്നേ ഇല്ല, അവിടുത്തെ ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. അപ്പം അങ്ങോട്ടെല്ലാവരും മടിയാണ് പറയുന്നത്, അങ്ങോട്ട് പോകണ്ട, ഇസ്രായേലിന് പോകൂ എന്നൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും നടക്കില്ലല്ലോ, എന്തായാലും വിസിറ്റിംഗ് വിസയാണെങ്കിൽ വിസിറ്റിംഗ് വിസ കിട്ടുവാണെങ്കിൽ കയറിപ്പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. 3 മാസമായിട്ടും എനിക്ക് യാതൊരു നല്ലൊരു ഏജൻസിയെ കിട്ടണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 3 മാസമായിട്ടും യാതൊരു വിവരവും കിട്ടുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം 3 മാസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഉപവാസം എടുക്കാൻ പറ്റില്ല. അസിഡിറ്റി ആയിരുന്നു ഭയങ്കരം. ഭക്ഷണം കഴിക്കുന്നത് ഒമിറ്റിങ്, അത് ഭയങ്കരമായ ഒമിറ്റിങ്ങാണ്. ഒമിറ്റ് ചെയ്യുന്നതാണ് ബ്ലഡ് കളർ പോലെയാണ് വരുന്നതിനും. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എവിടെ പോയാലും ജോലി ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളതുകൊണ്ട് അതും ഭയങ്കര ഒരു വിഷമമായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ആദ്യം ഞാൻ ഉടമ്പടിയിൽ ഇസ്രായേലാണ് വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ മാറ്റി രണ്ടാമത് ഇറ്റലി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ഏജൻസിയെ കിട്ടി. അവരിങ്ങനെ പേപ്പർ വർക്കുകളൊക്കെ നടത്തി PC അടിച്ചു. പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ നേർച്ച വസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. അതുമായിട്ടാണ് ഞാൻ പോയത്. സാധാരണ ഫ്ലൈറ്റിൽ എണ്ണയോ അങ്ങനെയൊന്നും കെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അധികം വെയിറ്റ് കൊണ്ടാകാനും പറ്റില്ല, 7 കിലോയിൽ കൂടുതൽ ഞങ്ങളുടെ കയ്യിലെടുക്കാനും പറ്റില്ല. അങ്ങനെയാണ് കയറിപ്പോയത്. പക്ഷേ എന്തായാലും മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഇറ്റലിയിൽ എത്താൻ പറ്റി. അവിടെ ചെന്ന് ഞാനൊരു സെപ്റ്റംബർ ആദ്യമാണ് അവിടെ ചെല്ലുന്നത്. 8 ദിവസം കൊണ്ട് എനിക്കവിടെ ജോലി കിട്ടിയെന്ന് പറയുന്നത് എൻ്റെ ഒരു മലയാളി ജോലി ചെയ്ത ഒരു പേഷ്യൻ്റാണ്. ആ മലയാളി റോമിലേക്ക് പോവുകയാണ്. അപ്പം പുള്ളിക്കാരി അവിടെ നിന്ന് പോകുന്നതുകൊണ്ടാണ്, അതിന് പകരമായിട്ടാണ് എനിക്കവിടെ ജോലി കിട്ടിയത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. 8 ദിവസം കൊണ്ട് എനിക്ക് ജോലി കിട്ടി. അവിടെ 2-3 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എനിക്ക് കിട്ടിയ പേഷ്യൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായി പ്രാർത്ഥിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. എന്നും പള്ളിയിൽ പോവുകയും ചെയ്യും. ആ കൂടെ എനിക്കും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും. പ്രാർത്ഥനയിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പ്രാർത്ഥിച്ചില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. അങ്ങനെയായി അവിടെ പേപ്പർ അവിടെ ഇറങ്ങുന്നില്ലല്ലോ. അപ്പം എനിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ പേപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി നമുക്ക് അവിടുത്തെ വർക്കിംഗ് വീസ കിട്ടണം. അപ്പോൾ അതിനായിട്ട് മുട്ടിപ്പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് യൂട്യൂബിലെ ധ്യാനങ്ങളൊക്കെ കൂടുമായിരുന്നു. ആ സമയത്ത് യൂട്യൂബിലെ ധ്യാനങ്ങൾ ഡൗൺലോഡ് ചെയ്തതേ കിട്ടാറുള്ളൂ. അപ്പോൾ അതും കൂടും, സാക്ഷ്യങ്ങളൊക്കെ കൂടാറുണ്ട്. എല്ലാ ദിവസവും വെളുപ്പിനത്തെ പ്രാർത്ഥന എത്തിക്കും, വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ എത്തിക്കാറുണ്ട്.
പിന്നെ ദിവസവും 33 വിശ്വാസ പ്രമാണവും ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെയായി കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ അവിടെ വീസ ഇറങ്ങുന്ന കാര്യം പറയുമ്പോൾ അവർ പറയും, ഇവിടെ ഇനി വീസ ഇറങ്ങത്തേ ഇല്ല, കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് നാട്ടിൽ പോകുക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരോട് എന്ത് പറഞ്ഞാലും എല്ലാം നെഗറ്റീവായിട്ടേ കേൾക്കാറുള്ളൂ. അപ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും നടക്കില്ലല്ലോ. ആരെ വിളിച്ചാലും ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ പറയും, എന്തായാലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ട്, പ്രാർത്ഥിച്ചാൽ നന്നായി പ്രാർത്ഥിക്കാം, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കൃപാസന മാതാവാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ആ മെയ് മാസം ആയപ്പോഴത്തേനും ഇവിടെ ഓൺലൈനിൽ ജപമാല ഫോണിൽ കിട്ടാൻ തുടങ്ങി. കൊറോണ തുടങ്ങി. ആ സമയത്ത് ഒരു മാർച്ച് ആയപ്പോൾ അവിടെ കൊറോണ തുടങ്ങി. അപ്പം അന്നേരം ജപമാല കിട്ടാൻ തുടങ്ങി. ഓൺലൈനിൽ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. എല്ലാവർക്കും, ഞാൻ നിൽക്കുന്ന അക്കോമഡേഷനിൽ അവിടെ ആർക്കും തന്നെ അങ്ങനെ ഉടമ്പടി ആരും എടുത്തതായിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഉള്ളവർക്കൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റി. എല്ലാവരും നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ കൂടും. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നിരന്തരമായി അവിടെ വീസ ഇറങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒരു മെയ് മാസം ഞാനങ്ങനെ മാതാവിനോട് ഒരു മാതാവ് എല്ലാവരോടും ഞാൻ പറയും, ഇറ്റലി വീസ ഇറങ്ങും, കിട്ടും, പേപ്പർ കിട്ടും എന്നിങ്ങനെ ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും? നാണക്കേട് മാതാവിന് തന്നെയാണല്ലോ, ഞാൻ ഇനി നാണം കെടണോ? മാതാവ് വഴിയായിട്ട് നാണക്കേട് മാതാവിന് തന്നെയായിരിക്കും കേട്ടോ എന്നിങ്ങനെ പറയുമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്തായാലും മെയ് 25 കൂടി അവിടെ വീസ ഇറങ്ങാൻ തീരുമാനമായി. ജൂൺ മുതൽ നമുക്ക് അതിനുള്ള അപേക്ഷ കൊടുക്കാം. 3 മാസത്തേക്കുണ്ടതാണ്. എന്നിട്ട് ഈ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കൊറോണയുടെ പ്രശ്നം കാരണം പേപ്പർ വർക്കുകളെല്ലാം പെൻഡിങ് ആണ്. 1 വർഷമായിട്ടും അങ്ങനെ ഇതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നില്ല. അപ്പോൾ 1-2 പേർക്കൊക്കെ വിളിക്കാൻ തുടങ്ങി എന്ന് അറിഞ്ഞു. 1-2 പേർക്കൊക്കെ മെയിൽ വരാൻ തുടങ്ങി. എൻ്റേത് കിട്ടുന്നുമില്ല, ഞാനാണ് ഉടമ്പടിയിലുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്, എന്നിട്ട് എനിക്ക് വന്നില്ലല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പിന്നെ സങ്കടവും ഭയങ്കര വിഷമമൊക്കെ ആയി. അവസാനം ഞങ്ങൾക്ക് ഈ പേപ്പർ വർക്കുകൾ നടക്കാൻ വേണ്ടി നമ്മളൊരു ഓഫീസിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ പോയി എല്ലാ ദിവസവും അവധി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ പോയി അന്വേഷിക്കും, മെയിൽ വന്നോ എന്ന് അന്വേഷിക്കും. അപ്പോൾ അവർ പറയും ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല എന്ന് പറയും. അവസാനം ഞാനൊരു ദിവസം ഞങ്ങളുടെ പേപ്പർ വർക്കുകളും ഒക്കെ ആയിട്ട് എക്സ്ട്രാ ഞാൻ ഒരു പെക്ക് അയക്കാൻ വേണ്ടി, മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓഫീസിൽ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ ഉപ്പ് എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് വാതുക്കലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോന്നു. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഡിസംബറിൽ തന്നെയാണ്, നവംബർ ലാസ്റ്റാണ് കൊടുക്കുന്നത്. നവംബർ 30 ഞാൻ കൊടുക്കുന്നു. അപ്പം ഞാൻ ഈ ഓൺലൈനിൽ ഇങ്ങനെ ജപമാലയും ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഉള്ളപ്പം ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിടുമായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഡിസംബർ 7 എനിക്ക് അപ്പോയിൻമെൻറ്റിൽ വരണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം തലേ ദിവസം ഞാനിങ്ങനെ, എൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നാളെ ഡിസംബർ 7 മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, അമ്മയ്ക്കൊന്ന് ഇവിടെ വരെ വരാവോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം അമ്മ പോകാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രത്യേകതയുള്ള കാര്യം അമ്മ മറന്നും പോയി. ഞാൻ അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് ഞാൻ കൂടി. ഡിസംബർ 7 ഇവിടെ ഓൺലൈനായിട്ട് ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു, കൂടി. അമ്മ ഇവിടെ വരികയും ചെയ്തു. വൈകുന്നേരം അവിടുത്തെ സമയവ്യത്യാസം ഉണ്ടല്ലോ, അവിടെ അമ്മ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, അതിന് മുമ്പ് ഞങ്ങൾക്കവിടെ ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കും മെയിൽ വന്നു, അപ്പോയിൻമെൻറ്റിന് ഇന്ന ദിവസം ചെല്ലണം എന്ന് പറഞ്ഞ് മെയിൽ വന്നു. ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം ഇത് എൻ്റെ റൂമിൽ ചെന്ന് ഞാൻ എല്ലാവരോടും പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല, ഒരു കുട്ടിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് കിട്ടുന്നത് എനിക്കാണ്. അവർക്കെല്ലാം അവിടെ 8 വർഷമായിട്ടും കിട്ടാത്തവരുണ്ട്. ഞാൻ ചെന്നിട്ട് 9 മാസം കൊണ്ട് എനിക്ക് ഇറ്റലി വീസ കിട്ടുവാൻ അതിനുള്ള അപ്പോയിൻമെൻറ്റ് വന്നു. അതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഒരു കൂട്ടുകാരി റോമിൽ പോയ, അവർക്ക് പോലും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ആ പുള്ളിക്കാരി 4 വർഷത്തിന് ശേഷം വരുന്നത്. എനിക്ക് 3 വർഷം കൊണ്ട് ഇവിടെ നാട്ടിൽ വരാൻ പറ്റി. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് മാതാവ് വഴി ഉടമ്പടി വഴിയായി എനിക്ക് കിട്ടിയ വലിയൊരു അത്ഭുതങ്ങൾ. പിന്നെ എനിക്ക് അലർജി ആയിരുന്നു. എനിക്ക് അവിടെ ചെന്ന് ഈ 2ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം പിന്നെ എനിക്ക് ആ അലർജി ഉണ്ടായിട്ടില്ല. ശരീരം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുന്ന ഒരു അലർജിയും, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വൊമിറ്റിങ്, അതെല്ലാം മാറി കിട്ടി.
പിന്നെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി 2 പേർക്കും, മോനുമുണ്ട് മോളുമുണ്ട്, 2 പേർക്കും 90% മാർക്ക് കിട്ടണമെന്ന് ഞാനിങ്ങനെ ഓൺലൈനിൽ എഴുതി സമർപ്പിക്കുമായിരുന്നു. അവർക്ക് 90-ന് 93% മോൾക്കും മോന് 87% മാർക്കും കിട്ടി. മാതാവിൻ്റെ കൃപയിൽ അവർക്കൊരു ഭയങ്കര അത്ഭുതകരമായ ഒരു ഇതായിരുന്നു. ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ മാർക്ക് ഇത്രയും കിട്ടി എന്നവരും പറയും. അവർ പിന്നെ ഈ പ്രാർത്ഥനയിൽ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ പറയുമായിരുന്നു, വചനം എഴുതി പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. വചനം എഴുതാറുണ്ട്, 1000 പ്രാവശ്യം വചനം എഴുതും. ഞാനും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് വചനം എഴുതാറുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഇവർക്കെല്ലാം ഇട്ട് കൊടുക്കും. അങ്ങനെ പിള്ളേർക്കും കുടുംബത്തിനും ഭയങ്കര വിശ്വാസമാണ്. കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ പേപ്പർ വർക്ക് നടന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരി അവിടെ ജോലി ചെയ്യുകയും കൂടിയായിരുന്നു. ആ സമയത്ത് എനിക്ക് അവധിയുള്ള സമയങ്ങളിൽ ഞാൻ ആ പുള്ളിക്കാരി ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ പോകുമായിരുന്നു. അങ്ങനെ ആ കാരുണ്യപ്രവൃത്തി അവളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ, എൻ്റെ പേപ്പർ വർക്കുകൾ പെട്ടെന്ന് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഈ പേപ്പർ വർക്കുകൾ നടക്കുന്നതെല്ലാം മാതാവിൻ്റെ ഓരോ ദിവസങ്ങളാണ്. എനിക്ക് അപ്പോയിൻമെൻറ്റ് വരുന്നതും എല്ലാം ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അതും ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ട് എനിക്ക് കുറേ നാളുകളായിട്ട് എൻ്റെ തൊണ്ടയിലൊരു ചെറിയൊരു തടസ്സം, ഭക്ഷണം ഇറക്കുമ്പോൾ ഒരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇനി ഇത് മുന്നോട്ട് വല്ല ക്യാൻസറായി മാറുമോ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായി. അപ്പം എനിക്ക് പിന്നെയും നേർച്ച വസ്തുക്കൾ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആ തേന് 3-4 ദിവസം ഉപയോഗിച്ചു. ഇങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഴിച്ചു. അപ്പോൾ പിന്നെ അത് പിന്നെ അറിയാനേ ഇല്ല, നമ്മളെ ശ്രദ്ധിക്കുന്നുമില്ല. പിന്നെ ശ്രദ്ധിച്ചപ്പോൾ അത് അറിയാനേ ഇല്ലത്. അതുപോലെ തന്നെ തൈലം കൊണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ, തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടായിട്ട് എനിക്കും അവിടെയുള്ള ഇറ്റലിയിലുള്ള കൂട്ടുകാരികൾക്കും ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത്, അവിടെയുള്ളൊരു ചേച്ചി ഒരു ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിട്ട് ആ ചേച്ചി ജോലി സ്ഥലത്ത് നിന്ന് ജോലി വിട്ട് റൂമിൽ വന്നിരിക്കുന്ന അവസരത്തിൽ ഭയങ്കര സങ്കടവും കരച്ചും, 2 പേരുണ്ട്, ഹസ്ബൻഡുണ്ട് വൈഫും ഉണ്ട്. അപ്പോൾ ഈ ചേച്ചിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ബ്ലീഡിങ്ങും. സങ്കടപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഒരു ദിവസം വന്ന് ഈ തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൈ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ആ ചേച്ചിയുടെ വയറിൽ വെച്ച് എന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പം ആ ചേച്ചി പറഞ്ഞു, ഒരു ദിവസം ഭയങ്കരമായിട്ട് വയറുവേദനയായിരുന്നു. വയറുവേദന എന്ന് പറഞ്ഞാൽ പ്രസവവേദന പോലെയായിരുന്നു. എൻ്റെ മോളെ ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രിയിലെന്ന് പറഞ്ഞു. രാവിലെ ആയപ്പം ടോയ്ലറ്റിൽ പോയപ്പം എന്തോ ഒരു കഷ്ണം ഇറങ്ങിപ്പോയതുപോലെ തോന്നി എന്ന് പറഞ്ഞു. അതിൽ പിന്നെ ആ ചേച്ചിക്ക് ഇതുവരെയായിട്ട് ആ ബ്ലീഡിങ് ഉണ്ടായിട്ടേ ഇല്ല. ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. അവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര അത്ഭുതം. അവർ ഇതുവരെയായിട്ട് നാട്ടിലെത്തിയിട്ടുമില്ല. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വരുന്ന അവസരത്തിൽ അവരത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വരുന്ന അവസരത്തിൽ ഇവിടെ വരുമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത്. അങ്ങനെ അതുപോലെ തന്നെ 3-4 കൂട്ടുകാരികൾക്ക് ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ. ഈ നേർച്ച വസ്തുക്കളാണ് എൻ്റെ ഒരു ശക്തിയും ബലവും. കാരണം ഞങ്ങൾക്ക് അവിടെ ഡോക്ടറെ കാണാം, ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്താൽ 1 മാസം കഴിയണം നമുക്ക് ഡേറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ അതിലും അത്യാവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ നേർച്ച വസ്തുവായ തൈലവും തേനും തൈലമൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് എല്ലാ ദിവസവും കുർബാന കാണാനൊന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും കുടുംബത്തോടു കൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ പ്രാർത്ഥനകളൊക്കെ എല്ലാം ചെല്ലാൻ പറ്റുന്നുണ്ട്.